ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതമായിട്ടും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പൈനാപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത്. ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. മിക്സിയും പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു ഇഡ്ഡലി പാത്രവും മാത്രം മതി നമുക്ക് ഇത് തയ്യാറാക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം വേണ്ടത് നമുക്ക് കേക്ക് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് പൈനാപ്പിളാണ് കേട്ടോ എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദ വേണം. പിന്നെ നമുക്ക് 1 കപ്പ് പാൽ വേണം. ചിലപ്പോൾ നമുക്കിത് മുഴുവനും ആവശ്യം വരില്ല, നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് ഷുഗറും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് 2 സ്പൂണ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഉപയോഗിക്കാം. ഇനി ഒരു പാൻ വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അതിൽ നിന്നും പകുതി മാത്രം ചേർക്കാം കേട്ടോ. എല്ലാം കൂടെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ കേക്ക് തയ്യാറാക്കി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മധുരം കുറവ് പോലെ തോന്നി. അപ്പം നിങ്ങൾ എടുക്കുമ്പം കുറച്ചും കൂടെ പഞ്ചസാര 1-2 സ്പൂൺ പഞ്ചസാരയും കൂടെ അധികം ചേർക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ എടുത്ത പൈനാപ്പിളിന് കുറച്ച് മധുരം കുറവായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായി ഈ പൈനാപ്പിളിൻ്റെ കൂടെ ചേർന്ന് ഒരു സിറപ്പ് പോലെ ആയി പൈനാപ്പിൾ കഷ്ണങ്ങളിൽ പിടിച്ചിട്ട് നന്നായിട്ട് കുക്കായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷം സിറപ്പൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് പൈനാപ്പിളിൽ നന്നായിട്ട് പിടിച്ചിട്ട് വെന്ത് ഇതുപോലെ ആയി വരും കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ ബാക്കി വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു മുട്ട എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർക്കാം. മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും കൂടെ ചേർത്തിട്ട്, പിന്നെ ഞാൻ ചേർത്തത് പാലാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതാ കണ്ടില്ലേ, ഞാനിപ്പം 1/4 കപ്പ് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാല്. ഇനി ഇതിലേക്ക് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടെ അടുത്ത് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾ കളറും കൂടെ യെല്ലോ കളറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ട്രേ ആണ് കേട്ടോ ഞാൻ എടുത്തത്. അത് നന്നായിട്ട് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇനി ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള സാധാരണ നമ്മുടെ ഏതെങ്കിലും ഒരു ബൗൾ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുമ്പോൾ അതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കും. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ 25 മിനിറ്റായി. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്, കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം നമ്മളൊരു കത്തി വെച്ചിട്ടോ ഓരോ സ്ക്വയറിൽ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും ഒട്ടിപ്പിടിക്കാതെയാണ് നമുക്ക് കിട്ടിയത്.
ഇനി നമുക്ക് ഇത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞാൽ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ സൈഡിൽ നിന്നൊക്കെ വിട്ടു വരും കേട്ടോ. ഇനി ഒരു കത്തി വെച്ചിട്ട് നമുക്ക് സൈഡിലൊന്ന് ലൈറ്റായിട്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ദാ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടോ. ഞാൻ ആദ്യം അത് അടിയിൽ വെച്ചു, പൈനാപ്പിൾ അടിയിൽ വെച്ച് കൊടുത്തത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കമഴ്ത്തി എടുക്കുമ്പോൾ മേലെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിപ്പം ഈ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയല്ലേ യെല്ലോവും റെഡൊക്കെ കാണുമ്പോൾ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തണം കേട്ടോ. അപ്പം നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.